أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب اجعل لي آية. قال آيتك ألا تكلم الناس 3 ليال سويا. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ ഒരു അഭിലാഷമായിരുന്നു ഒരു സന്താനം ഉണ്ടായിരിക്കണം എന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു. ഏറ്റവും വലിയ ഒരു മരുന്നായി ഉപയോഗിച്ചത് പ്രാർത്ഥനയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കൊണ്ട് അറിയിച്ചിരുന്നു, യഹ്യ എന്ന പേര് ഇടേണ്ടുന്ന ഒരു കുട്ടിയെ നിനക്ക് ഞാൻ സന്തോഷം അറിയിക്കുന്നു എന്ന്. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. മുമ്പ് ഒരു കുട്ടിക്കും അങ്ങനെ പേരിട്ടിട്ടില്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരിട്ടപ്പോഴും അറബികൾ ചോദിച്ചല്ലോ, എന്താ ഈ കുട്ടിക്ക് ഇങ്ങനെ പേരിട്ട്? മുമ്പ് ആർക്കും അങ്ങനെ ഒരു പേര് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സന്താനം ഉണ്ടാവുക? അതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് എന്ന് മറുപടി കൊടുത്തു. അപ്പൊ ഈ സന്താനം ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സന്ദർഭത്തിൽ വഹയിലൂടെയാണ് അത് അറിയിക്കുന്നത്. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതം പ്രകടിപ്പിച്ചല്ലോ. അല്ലാഹുവിനോട് ഒരു പ്രവാചകൻ എന്ന നിലക്ക് വളരെയധികം ആത്മീയമായ ഒരു ബന്ധം ഉള്ള ഒരാളാണ്, ഒരു പ്രവാചകനാവും. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, റബ്ബി ജഅൽ ലി ആയ, എന്നാ എനിക്ക് അതിനൊരു തെളിവ് വേണം. അത് രണ്ട് നിലക്കാണ് അങ്ങനെ അമ്പിയാക്കൾ ചോദിക്കുന്നത്. ഒന്ന്, ഒപ്പം ജീവിക്കുന്നവർക്കും പിൻഗാമികൾക്കും ഒരു മാതൃകയാവാൻ. രണ്ട്, സംഗതി വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒരു സമാധാനം കിട്ടാൻ. കാരണം എന്തൊരു സംഗതിക്കും ഒരു തെളിവുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം. എത്ര വിശ്വസ്തരായ ആളായിട്ട് ഇടപാട് നടത്തിയാലും ഒരു എഗ്രിമെന്റ് ആയിട്ട് ഒപ്പിടല് കുറച്ച് നല്ല ഉറങ്ങുമ്പോ ഒരു ഉറക്കം കിട്ടാൻ നല്ലതാണ്. സംഗതി ചതിക്കൊന്നുമില്ല, വിശ്വസ്തനാണ്, ഒക്കെ ശരി തന്നെയാണ്. ചെന്നിരുന്നാലും ഇവിടെ നിന്ന് ഒപ്പ് വെച്ചളാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അമ്പിയാക്കൾ അങ്ങനെ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു തെളിവ് തരികയാണെങ്കിൽ നന്നായി. ഇവിടെ ആയത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത് തെളിവ് എന്നതില്ല. ഖുർആനിലെ ആയത്തുകൾക്ക് നമ്മൾ ആയത്ത് എന്ന് പറയുന്നുണ്ട്. അതോടുകൂടെ ഈ ആയത്ത് എന്ന പദം തെളിവ് എന്ന അർത്ഥത്തിനും ഉപയോഗിച്ചു പോരാ. ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹു ഉണ്ട് എന്നതിന് ആയത്താണ് എന്ന് പറഞ്ഞാൽ തെളിവാണ് എന്നർത്ഥം. അപ്പൊ ആയത്ത് എന്നുള്ള പദം അങ്ങനെ രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചു പോരും. റബ്ബി ജഅൽ ലി ആയ, റബ്ബി എന്റെ റബ്ബേ, ഇജ്അൽ ലി ആയ, എനിക്ക് നീ സന്താനത്ത് നൽകുമെന്നതിന് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കാട്ട് റബ്ബേ. ഖാൽ, ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ആയത്തുക, നിനക്കുള്ള ദൃഷ്ടാന്തം
അല്ലാ തുകല്ലിമന്നാസ സലാസ ലയാലിൻ സബിയ്യാ. അല്ലാ തുകല്ലിമന്നാസ, നിനക്ക് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതിരിക്കലാണ്. സലാസ ലയാലിൻ, 3 ദിവസം. 3 ദിവസം ജനങ്ങളോട് വർത്താനം പറയാൻ വയ്ക്കൂല. സവിയ്യൻ, നാവിന് കേടുണ്ടായിട്ടല്ല, നാവിന് പ്രത്യേകിച്ച് കേടൊന്നുമില്ല. പക്ഷേ ഒരാളോട് വർത്താനം പറയാൻ 3 ദിവസത്തിന് സാധിക്കൂല. എന്നാലോ ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ്. അപ്പൊ അവിടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രം പറയുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നതിന് തടസ്സവും ഉണ്ടായിരുന്നില്ല. ദിക്ർ ചൊല്ലുക, ഇബാദത്ത് എടുക്കുക, അതിനൊന്നും തടസ്സമില്ല. അതേ സമയത്ത് ജനങ്ങളോട് ആരോട് വർത്താനം പറയാൻ കഴിയില്ല. അതാണ് മൂപ്പർക്കുള്ള തെളിവ്. അള്ളാഹു ചോദിച്ചതിനുള്ള തെളിവ് അതാണ്. അപ്പൊ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരിൽ എന്ത് പ്രകടമായാലും അത് അവരുടെ ആത്മീയമായ ഉന്നതിക്ക് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകൂല. ഭൗതികമായി സാധാരണ മനുഷ്യരിൽ ഉണ്ടാവുന്നത് പോലെ പല കുറവുകളും ഉണ്ടായേക്കാം. ഉദാഹരണം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് സ്ഫുടമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സംസാര വൈകല്യമുള്ള ആളായിരുന്നു, നാവിനൊരു ഒരു പിടുത്തുള്ള ആളായിരുന്നു. അതാണ് എനിക്ക് ഫിറഔന്റെ അടുത്തേക്ക് പോയപ്പോ എനിക്ക് ഹാറൂനെ കൂടി പറഞ്ഞേർന്നുണ്ടായിരുന്നത്. കാരണം ഹാറൂന് സഹോദരനാണല്ലോ, നബിയാണ്. ഒരേ സമയത്ത് ഒന്നിലധികം നബിമാരുണ്ടാവാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഹാറൂനിയുമാടെ കൂട്ടിപ്പോയി എന്നുള്ളതാണ്. എന്തിനാ? ഹാറൂന് നല്ലോണം വർത്താനം പറയാനറിയാം, വയലു പറയാനറിയാം. മൂസാ നബിക്ക് കിതാബ് എല്ലാം തീരും, വയലു പറയാനറിയില്ല. ഹാറൂൻ നബിക്ക് നല്ലോണം വയലു പറയാനറിയാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു കുറവ്, അത് ഭൗതികമായ ഒരു കുറവാണ്. ആത്മീയമായി അമ്പിയാക്കൾക്ക് ഒരു കുറവുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 3 ദിവസം സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് സാധാരണ വിഷയങ്ങൾ സംസാരിക്കാനൊന്നും കഴിയില്ല. അതേ സമയത്ത് ദിക്ർ ചൊല്ലുന്നതിനോ മറ്റ് ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ തടസ്സമില്ല. فخرج على قومه من المحراب. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഹ്റാബിൽ നിന്ന് പുറത്തേക്ക് വന്നു. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇമാമ് നിൽക്കണ ഈ പൊത്തിനാണ് പറയുന്നത്. ഇമാമ് പ്രത്യേകം കയറി നിൽക്കുന്ന ഈ സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയല്? മിഹ്റാബ് എന്ന് പറയുന്നത്. പക്ഷെ ഇസ്രായേലിയരുടെ ആ കാലഘട്ടത്തിൽ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവരുടെ ദേവാലയം, അവരാരാധിക്കുന്ന പള്ളി എന്നാണ് അർത്ഥം. ഫഖറജ അലാ ഖൗമിഹി, ആൾക്കാരടുത്തേക്ക് മൂപ്പര് ഇറങ്ങി ചെന്നു. മിനൽ മിഹ്റാബ്, ആരാധന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. എന്നിട്ട് ഫഔഹാ ഇലൈഹിം, അവരിലേക്ക് സന്ദേശം കൊടുത്തു. അൻ സബ്ബിഹു ബുക്റതൻ വഅശിയ്യാ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ അള്ളാഹുവിനെ ആരാധന ചെയ്യുക എന്നത് ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു. കാരണം മിണ്ടാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഒരു സാധനം തെളിവാകണമെങ്കിൽ, അല്ലെങ്കിൽ അത്ഭുതമാകണമെങ്കിൽ, അല്ലെങ്കിൽ അമാനുഷികമാകണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് അതൊരു വലിയ സംഭവമായി തോന്നണമെങ്കിൽ ദിക്റും കാര്യങ്ങളൊന്നും ചൊല്ലുമ്പോൾ നാവിനും കുഴപ്പമില്ല, വർത്താനം പറയാൻ വയ്ക്കുന്നില്ല. അങ്ങനെ ആവുമ്പോ അതാണ് തെളിവ്. എന്തിനു തെളിവ്? തന്റെ ഭാര്യയാകുന്ന 98 വയസ്സുള്ള വയോവൃദ്ധയായ സഹോദരിയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നതിന് ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് അള്ളാഹു വെളിപ്പെടുത്തുന്നത് ഈ സൂറത്തിൽ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനവും പിന്നെ രണ്ടാമത് ഇനി ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോഴും ആധുനിക ശാസ്ത്രത്തിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു മേഖല തന്നെയാണ് എന്ത്? സന്താനങ്ങൾ ശരിയായ വിധത്തിൽ പുറത്തേക്ക് വരുന്നതിന്റെ കാരണങ്ങളും അതിനുണ്ടാകുന്നതായ കാരണങ്ങളും ആ ഒരു സംഗതിയെ കൊണ്ടുവരിക എന്നതും
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ആത്മാവിനെ ഊതുക എന്നത് അല്ലാതെ ബീജസങ്കലനത്തെ കുറിച്ചല്ല. അവിടേക്ക് ശാസ്ത്രം എത്തി തുടങ്ങിയിട്ടുണ്ട്. ബീജങ്ങളെ സങ്കലിപ്പിക്കാൻ, അതിനെ സംയോജിപ്പിക്കാനൊക്കെ പറ്റും വിധത്തിലേക്ക് വളർന്നു. ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും അതിലൊരു ആത്മാവിനെ വിട്ടുകൊടുക്കുക, ഒരു ജീവന്റെ തുടിപ്പിട്ട് കൊടുക്കുക, അവിടെ ഇന്നും മനുഷ്യർ പരാജിതരാണ്. സത്യത്തിൽ ഒരു ജനനം എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ഏറ്റവും മിറാക്കിളായ ഭാഗം. അവിടെയാണ് ഈ ജീവൻ എന്ന് പറയുന്ന സാധനം എവിടുന്ന് കിട്ടും? അവിടെ മനുഷ്യബുദ്ധികളിൽ നിന്നും പരാജയത്തിലാണുള്ളത്. മനുഷ്യനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അതെ, ഈ അണ്ഡവും പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ സംഗമിച്ചു കൊണ്ട് ഒരു ജീവൻ പുതുതായി അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോളേ സന്താനാവും. ആ ഒരു സംഭവം ഉണ്ടാക്കാം. എത്ര ഇപ്പൊ ക്രോമസോണുകളുടെ എണ്ണം ഉണ്ടല്ലോ, 43. എന്താണ് ക്രോമസോണുകൾ സംഘടിക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എന്ന് ശാസ്ത്രം കണ്ടെത്തുന്നു. എത്ര അണുക്കൾ കൂടുമ്പോഴാണ് ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന്റെ ജനനത്തിന് കാരണമാവുന്നത് എന്ന കാരണത്തെ ശാസ്ത്രം കണ്ടെത്തുന്നുണ്ട്. ഇത്ര ക്രോമസോമുകൾ സംഗമിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഇത്ര സംഗമിക്കുമ്പോഴാണ് അവിടെ കുഞ്ഞുണ്ടാവുന്നത് എന്ന് കണ്ടെത്തുന്നു. പക്ഷെ അങ്ങനെ കൂടിയവർക്കൊക്കെ കുഞ്ഞ് ജനിക്കാൻ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകാൻ സാധിക്കുന്നില്ല. അവിടെ പരാജയപ്പെടുന്നു. ഇപ്പൊ കൊറോണ വൈറസ് ചൈനക്കാരുണ്ടാക്കി എന്ന് പറഞ്ഞു. കൊറോണ വൈറസ് ചൈനക്കാരുണ്ടാക്കി. ഇപ്പൊ വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു ജീവനുള്ള സാധനല്ലേ, അതെങ്ങനെ അവരുണ്ടാക്കുന്നത്? അങ്ങനെയല്ല. അതിന്റെ കാരണങ്ങളിലേക്ക് നയിക്കാൻ പറ്റും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. അതിൽ ജീവൻ എന്ന് പറയുന്ന തുടിപ്പ് അത് അല്ലാഹു കൊടുക്കുന്നതാണ്. അത് മനുഷ്യനെ കൊണ്ട് ഇപ്പോഴും സാധ്യമല്ല. അന്വേഷണത്തിലാണ്, പഠനത്തിലാണ്. ഒരു ജീവനുള്ള സാധനത്തിന് എങ്ങനെ ഉണ്ടാകും? അതിന്റെ പരാജയത്തിന്റെ മുന്നിലാണ് റോബോട്ടുകൾ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായി, എഐയുടെ ഭാഗമായി റോബോട്ടുകളിലേക്ക് ലോകം എത്തിപ്പെട്ടിരിക്കുകയാണ്. 1 ലക്ഷം 2 ലക്ഷം തൊഴിലാളികൾ എടുക്കുന്ന പണി ഒരു റോബോട്ട് എടുക്കുന്ന കാലം വരാൻ പോവുകയാണ്. കമ്പനികളിൽ മനുഷ്യരുടെ ഹ്യൂമൻ പവർ ഇനി ലേബറിംഗിൽ ആവശ്യമില്ലാത്ത വിധത്തിലേക്ക്, തൊഴിലുകളിൽ ആവശ്യമില്ലാത്ത വിധത്തിലേക്ക് വലിയൊരു കുതിച്ചുചാട്ടം 2030 ആവുമ്പോഴേക്കും ശാസ്ത്രം മുന്നോട്ട് വെക്കുകയാണ്. അത് എന്തൊന്ന് വരുമ്പോഴും അതിൻ്റെതായ കുറവുകൾ വരുമ്പോൾ അത് അപ്പോൾ അതിൻ്റെതായ ഒരു മേഖലയിൽ മനുഷ്യർക്ക് വേറെ കാര്യങ്ങളുണ്ടാവും എന്നുള്ളിടത്തേക്ക് ലോകം രൂപാന്തരപ്പെടും. കാടുവെട്ടുന്ന മെഷീൻ ഇറങ്ങിയപ്പോ കാടുവെട്ടുന്ന ആൾക്കാർ പേടിച്ച പോലെ, അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. കാടുവെട്ടുന്ന മെഷീൻ ഇറങ്ങിയപ്പോ കാടുവെട്ടാൻ പോണ ആൾക്കാരൊക്കെ പേടിച്ചു. ആര്യമാരുടെ അടുത്തൊക്കെ പോകലോട് എന്ത് പണി ഞങ്ങൾ കാട്ടി, നിങ്ങൾ ഏതോ ലോകത്തുനിന്ന് ഒരു മെഷീൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊന്നും ഈ പണി ഉണ്ടാവില്ലേ? ഓലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ആരും പട്ടിണി നടക്കുന്നില്ല. ഇല്ലല്ലോ. കാരണം എന്താ? ഒന്നാണ് അടയുമ്പോ ഒന്നാണ് തുറയും. ദുനിയാവ് അങ്ങനെയാണ്. ഒരു വാതിൽ അടയുമ്പോ ഒരു വാതിൽ തുറയും. അതിപ്പോ ഏതാ വാതിൽ തുറയാന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. പുഴ വറ്റിയിട്ട് നായ കടിച്ചവരും കരുതിയിട്ട് ഇപ്പൊ തന്നെ പേടിക്കണ്ട, പുഴ വറ്റട്ടെ എന്നിട്ട് നായ വരട്ടെ, അപ്പൊ ഓടിയും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഏറ്റവും വലിയൊരു അത്ഭുതമായി ഈ അധ്യായത്തിൽ അള്ളാഹു എടുത്തു വെക്കുന്നത് എല്ലാ കാലത്തേക്കും അത്ഭുതമാണ്. എല്ലാ കാലത്തേക്കും അത്ഭുതമാണ്. ഭൗതികമായി അതാണ് വംറാത്തി ആഖിറൻ എന്ന് പറഞ്ഞത്. എന്റെ ഭാര്യ മച്ചിയാണ് എന്ന് വെച്ചാൽ ഭൗതികമായി പ്രസവത്തിന് കാരണമാകുന്ന ഒന്നുമില്ലാത്തൊരു പെണ്ണാണ്. എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാവുക? ഈ ചോദ്യം ഇന്നും വലിയ ചോദ്യമാണ്. ജനിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗർഭത്തിൽ നിന്ന് എങ്ങനെ ഗർഭധാരണം സംഭവിക്കുന്നു എന്നതാണ് ചോദ്യം. അവിടെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് അവിടെ വെളിവാകും എന്നതാണ് അതിന്റെ ഉത്തരം. അതാണ് ഈ സൂറത്തിൽ കാണിക്കുന്നത്. ഇനി അടുത്തത് ഈസാ നബി അലൈഹി സ്വലാമിന്റെയാണ്. ഈ കുട്ടി ജനിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. ഇനി അടുത്ത് എടുത്തു വെക്കാൻ പോകുന്നത് ആ സംഭവം. ഇത് കഴിഞ്ഞാൽ ഇനി അത് അടുത്ത് വെക്കാൻ പോകും. ഇത് രണ്ടും വെച്ചുകൊണ്ട് ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യരോട് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലാഹു പടച്ചോനും പടപ്പും തമ്മിൽ വ്യത്യസ്തമാകാനുള്ള ഒരു ആയുധമായി അല്ലെങ്കിൽ ഒരു ചിന്താ ശേഷിയായി ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുകയാണ്.
അവിടെയാണ് നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് അള്ളാഹുവിന്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് എന്ന് പറയുന്ന ഒരു ശക്തി ഈ ലോകത്ത് വർത്തിക്കുന്നുണ്ട്. മനുഷ്യ ശക്തിക്ക് അതീതമായ ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അല്ലാഹുവാണ്. ചരിത്രത്തിൽ ഇത് ബൈബിൾ ഉദ്ധരിച്ച സംഭവമാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ സന്താനമാവുന്ന യഹ്യയെ ബൈബിളിൽ യോഹന്നാൻ എന്ന് വായിക്കാൻ സാധ്യമാകും. യോഹന്നാൻ അവരങ്ങനെ കൊടുത്തു. യോഹന്നാൻ അത് യഹ്യ നബിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ചരിത്രത്തിൽ തർക്കല്ല. അത് ഇങ്ങനെയാണ് ജനിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കല്ല. ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ്, അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന. അപ്പൊ ഈ മിഹ്റാബ് എന്ന് പോകുന്ന മൂപ്പരെ കുറിച്ച് പറയാൻ കാരണം എന്താ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ഒരു ആ കാലത്ത് അവിടുത്തെ പള്ളി ബൈത്തുൽ മുഖദ്ദസും മറ്റൊക്കെ പരിപാലിച്ചു പോരുന്നവരിൽ പ്രധാനികളായ ആൾക്കാരാണ് ഇവര്. മറിയം ബീവി അങ്ങനെ തന്നെയാണ്. ഈ സക്കരിയ നബി അലൈഹി ഇസ്ലാം അങ്ങനെ ആ കൂട്ടത്തിൽ തന്നെയാണ്. പുറത്തേക്ക് വന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു, നിങ്ങള് നിസ്കരിച്ചോളി, നിങ്ങൾ ഇബാദത്ത് എടുത്തോളി. അപ്പൊ രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അക്കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന ഇബാദത്ത് ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം. അത് ഓരോ പ്രവാചകന്മാരുടെ കാലത്തും ഇതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാധനകളുടെ രീതികളിലൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഈ 5 വക്തും ഇவ்விധത്തിൽ 5 വക്തും ഒന്നിച്ച് ഒരു ദിവസം നിസ്കരിക്കാന്നുള്ള ഇബാദത്ത് നമുക്ക് മാത്രമുള്ളൂ. അത് മുമ്പ് ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. അന്നൊക്കെ കുറവേ. അതിപ്പോ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഇസ്ലാം ഒരു കുട്ടി പിന്നെ ജനിച്ച് പ്രായപൂർത്തിയാവുന്നത് വരെയുള്ള ഒരു അവസ്ഥ പോലെയാണ്. ഒരു കുട്ടി ജനിച്ച ഉടനെ ബിരിയാണി ഒന്നുമില്ല, അതൊന്നുമില്ല, മുലപ്പാല് മാത്രമേ കുടിക്കുള്ളൂ. അതന്നെ ഒരു പ്രത്യേക അളവിലേ പറ്റുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പറ്റൂല. പിന്നെ ഇങ്ങനെ മാസങ്ങൾ കഴിയുമ്പോ തൊള്ളയിൽ വിരലും കിടും, ചപ്പല് തുടങ്ങും കുട്ടി, അല്ലേ? ഇങ്ങനെ ഓരോന്നോരോന്ന് പ്രകടിപ്പിക്കും. അങ്ങനെ 1 വയസ്സാകുമ്പോ കുറച്ച് അതും ഇതൊക്കെ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുക കുറച്ച് തുടങ്ങും. കാരണം 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് അങ്ങനെ മാറ്റം വരുമല്ലോ. അങ്ങനെ ഒരു 10-15 വയസ്സാകുമ്പോൾ വലിയ മനുഷ്യനായാൽ പിന്നെ ഓനൊരു ചെമ്പ് ചോറും മറ്റേത് വെള്ളവും അതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ പോയി കുറച്ചിടം കഴിയുമ്പോ താടിയൊക്കെ നിരക്കൽ തുടങ്ങും, നിര തുടങ്ങി, അങ്ങനെ കയ്യും കാലൊക്കെ ശേഷി കുറഞ്ഞു തുടങ്ങി. അങ്ങനെ പിന്നെ ദുർബലനായി അങ്ങനെ മരിച്ചു പോകും എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാം ആദം നബിയുടെ കാലത്ത് വന്നപ്പോ ചെറിയ കുട്ടിയാ. അന്നൊന്നുമില്ല, അന്ന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, അന്ന് കാര്യമായിട്ട് നിയമമൊന്നും വേണ്ട. ഇസ്ലാം കുട്ടിയല്ലേ. പിന്നെ അങ്ങനെ ഇസ്ലാം ഓരോ നബിയും വരുമ്പോഴും വയസ്സ് കൂടുകയാണ്. വയസ്സ് കൂടി ഞാൻ നിയമങ്ങൾ ഇങ്ങനെ മാറി ഇങ്ങനെ പോരുകയാണ്. നബിന്റെ കാലത്ത് എത്തിയപ്പോ അത്യാവശ്യം വലിയ മനുഷ്യനായിക്കാണ്. അപ്പൊ ഭയങ്കര നിയമം, 5 വക്ത് കുമ്പിടണം. 5 വക്ത് കുമ്പിടണം. ഇങ്ങനെയാണ് മതത്തിന്റെ നിയമങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങള്. അപ്പൊ അതങ്ങനെയാണ്. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജനിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഹ്യാ ഖുദിൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തെ നീ സ്വീകരിക്കണം, പിടിക്കണം, ബിഖുവ്വ, ശക്തമായി പിടിച്ചോ. കണ്ടോ? ഖുർആൻ ശക്തമായി പിടിക്കണം. ഖുർആൻ പിടിക്കുന്നവർക്ക് നമുക്ക് നല്ല ശക്തി വേണം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ സ്വീകരിച്ചു പോരുന്നതിൽ അതിശക്തമായ മനസ്സിന്റെ ശക്തിയും പവറും നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ വേഗം കുതറിപ്പോകും. നമ്മളെ ഹാഫിലിങ്ങൾ ഇഫ്ദ് പഠിച്ചത് മാതിരിയാണ്. നമ്മളെ ഹാഫിലിങ്ങൾ ഉണ്ട്, കുറെ കുട്ടികൾ ഇഫ്ദ് പഠിക്കും. എന്നിട്ടോ 2-3 കൊല്ലം കൊണ്ട് ഇഫ്ദൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങും. 2 കൊല്ലം കഴിഞ്ഞ മൂപ്പരോട് ഒന്ന് ഓദിക്കാന്ന് പറഞ്ഞാൽ അത് കിട്ടാനല്ല, അത് കിട്ടൂല. അതെന്താ? ഖുർആന്റെ ഒരു കാര്യം അങ്ങനെയാണ്. അത് വേഗം കയറി കൂടും, അതേ സ്പീഡ്, ഡബിൾ സ്പീഡ് പോവുകയും ചെയ്യും. സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ച് പോരുന്നവർക്ക് അത് നിലനിൽക്കുള്ളൂ. ഹാഫിദ് ആകല് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ഹാഫിദ് ആയിട്ട് പിന്നെ അത് മറന്നു പോകാറുണ്ടല്ലോ, അത് അതിനേക്കാൾ വലിയ അപകടം. അത് വെളുക്കാൻ തേച്ചാൽ പാണ്ടാകുക എന്ന് പറഞ്ഞ മാതിരിയോ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി കിതാബിനെ പിടിക്കുമ്പോ ബിഖുവ്വ, നല്ല ശക്തിയിൽ പിടിക്കണം. യഹ്യാ നബി അലൈഹി ഇസ്ലാം, യഹ്യാ നബിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, യഹ്യാ നബി അലൈഹി ഇസ്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അമ്പിയാക്കളിൽ 40 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാരാക്കി അള്ളാഹു ആക്കിയത് എന്നൊരു അഭിപ്രായം. അല്ലാത്ത പ്രവാചകന്മാർക്കൊക്കെ 40 തികഞ്ഞിട്ടാണ് ഈ പരിപാടി ഏർപ്പാട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളൂ. കാരണം ഒരു മനുഷ്യന് 40 തികയുമ്പോഴേ ഒരു പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും, ഒരു തന്റെ ഇടത്തേക്ക് എത്തിപ്പെടും. അപ്പൊ
അപ്പൊ യഹ്യാ നബി അലൈഹി ഇസ്ലാമിന് കുട്ടിയാകുമ്പോ തന്നെ കൊടുത്തു. വഅതൈനാഉൽ ഹുക്മ സബിയ്യ. സബിയ്യ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടി എന്നാണ്. ആ സമയത്ത് തന്നെ ഞാൻ ഹുക്കുമിനെ കൊടുത്തു. വഅതൈനാഉൽ ഹുക്മ, യഹ്യാ നബി അലൈഹി ഇസ്ലാമിന് ഹുക്കുമിനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം കൊടുത്തു എന്നാണ്. വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യ. ഈ കുട്ടിയുടെ വസ്തുക്കൾ പറയാം. വഹനാനൻ, കാരുണ്യമായിട്ട്, മിൻ ലദുന്നാ, എന്റെ ഭാഗത്തുള്ള കാരുണ്യമായിട്ടാണ്. വസകാതൻ, പരിശുദ്ധമായി കൊണ്ടും. വകാന തഖിയ്യ, ചെറുപ്പം മുതലേ ആ കുട്ടി വലിയ തഖ്വയുള്ള കുട്ടിയായിരുന്നു. അതാണ് നമ്മൾ പറയില്ലേ മുളയിലെ അറിയാമെന്ന് പറയല്ലോ എന്ന് പറഞ്ഞ മാതിരി ഈ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അത് ആ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി പ്രകടിപ്പിച്ചിരുന്നു. ആള് വലിയ തഖ്വയുള്ള ആളായിരുന്നു. പിന്നെയോ മാതാപിതാക്കൾക്ക് നല്ല ഗുണം ചെയ്യുന്നവനും ആയിരുന്നു. വലം യകുൻ ജബ്ബാറ, അഹങ്കാരി ആയിരുന്നില്ല. അസിയ്യ, തെറ്റുകൾ ചെയ്യുന്നവനും ആയിരുന്നില്ല. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ഗുണങ്ങളാണ് തഖ്വ ഉണ്ടാകുക, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാം. മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നത് ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ്. എത്ര വലിയ ആത്മീയ ഇബാദത്ത് എടുക്കുന്ന ആളാണെങ്കിലും അയാൾക്ക് എന്ത് വേണം? അയാളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന സ്വഭാവം അതില്ലായിരിക്കാൻ പറ്റില്ല. മാതാപിതാക്കളെ വെറുപ്പിക്കുക, ഒരുപാട് നിസ്കരിക്കുക, ഒരുപാട് ദിക്ർ ചൊല്ലുക, അത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അള്ളാഹു പൊരുത്തപ്പെടൂല. മാതാപിതാക്കൾ അള്ളാഹു പടച്ചവനോട് മാത്രമല്ല മനുഷ്യന് കടപ്പാട്, പടപ്പുകളോടുണ്ട്. പടപ്പുകളോടുമുള്ള കടപ്പാട് തീർന്നവനെ പടച്ചവനോടുള്ള കടപ്പാട് തീർത്തിട്ട് കാര്യമുള്ളൂ എന്നർത്ഥം. മാതാപിതാക്കളെ നല്ലവണ്ണം സന്തോഷിപ്പിക്കുക, അവരെ നല്ലവണ്ണം അവർക്ക് വേണ്ടുന്ന ഗുണങ്ങളൊക്കെ പരമാവധി ചെയ്തു കൊടുക്കുക, അത് ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാവണമെങ്കിൽ അത് ഒരു അവിഭാജ്യ ഘടകമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അഹങ്കാരിയായിരുന്നില്ല. പിന്നെയോ എന്നിട്ട് പറയാണ് ആ സന്താനമാകുന്ന യഹ്യക്ക് സുരക്ഷയുണ്ട്, രക്ഷയുണ്ടാകട്ടെ. യൗമ ഉലിദ, ജനിച്ച ദിവസത്തിലും, വയൗമ യമൂത്, ഇനി മരിക്കുന്ന ദിവസത്തിലും, വയൗമ യുബ്അസു ഹയ്യാ, പിന്നെ ആ 6 അടി മണ്ണിൽ നിന്ന്, ഖബറിൽ നിന്ന് അന്ത്യനാളിൽ മഹ്ശറിലേക്ക് കൊണ്ടുപോകുമ്പോഴും, ഈ മണ്ണിൽ കടന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശരീരാണെങ്കിലും അതിനെ ആ മണ്ണിൽ നിന്ന് സട്ടകുട്ടഞ്ഞ് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരം, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നില്ല. എന്നാൽ മറ്റുള്ളവരുടേതാണെങ്കിലോ ശരീരമൊക്കെ ജീർണിച്ചു പോയാലും നമ്മുടെ നട്ടെല്ലിന്റെ അങ്ങേ അറ്റത്ത്, ഏറ്റവും മലദ്വാരത്തിന്റെ തൊട്ടു മുകളിലായി നട്ടെല്ലിന്റെ വളരെ അറ്റത്ത് ഒരു ചെറിയ ഒരു സാധനമുണ്ട്, ഒരു എല്ലിന്റെ കഷ്ണമുണ്ട്. അത് ഒരിക്കലും നശിച്ചു പോകൂല. അത് എല്ലാവരും ഇവിടെ കിടപ്പുണ്ടാവും. ബാൽക്കുച്ചി എന്നാണ് അത് പോകില്ല. നട്ടലിന്റെ അത് നമ്മുടെ മണ്ണിൽ കവറടക്കുന്നതൊക്കെ അത് അവിടെ കിടക്കുന്നുണ്ടാവും. ബാക്കി ചിലപ്പോ തലയും ശരീരവും ഓട്ടിയൊക്കെ പോയിട്ടുണ്ടാവും. അത് അമ്പിയാക്കളത് പോകൂല, മഹാന്മാരതൊന്നും പോകൂല. അല്ലാത്ത സാധാരണ മോമിനിയങ്ങളാണെങ്കിൽ അതൊക്കെ അത് കിടന്നു പോയിട്ടുണ്ടാവും. അത് കിടന്നു പോയാൽ കുഴപ്പമൊന്നുമില്ല, അത് രണ്ടാമതും കിട്ടും. അത് പുനർജന്മം ജനിപ്പിക്കുന്ന സമയത്തോ എണീക്കടോ എന്ന് പറയുമ്പോ ഈ സാധനത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് മൈതാനത്തേക്ക് പോവുകയാണെന്നാണ് പുനർജന്മം. ആ സമയത്തും ഈ കുട്ടിക്ക് രക്ഷയുണ്ടാവും, യഹ്യക്ക് രക്ഷയുണ്ട്. കാരണം അവൻ തഖ്വയിൽ അധിഷ്ഠിതമായി വളർന്നവനാ, അവൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനാ, അവൻ അവൻ അഹങ്കാരിയല്ല, അവൻ ദോഷിയല്ല, അവൻ പരിശുദ്ധിയുള്ള മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു മനുഷ്യന്റെ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഘടകങ്ങൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹീലത വലാ ഇഹ്തിയാല വലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹീലത വലാ ഇഹ്തിയാല വലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹീലത വലാ ഇഹ്തിയാല വലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമർ റഹീമീനായ അല്ലാഹുവേ ഞങ്ങൾ ഓതിയതായ ഖുർആനിലെ ആയത്തുകൾ അതിന്റെ അർത്ഥങ്ങൾ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ റഹ്മാനായ തമ്പുരാനെ മജ്ലിസിന്റെ ഹംദ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ ദുനിയവിയും ഉഖറവിയുമായ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ നിന്റെ സലഫ് സാലിഹീങ്ങളായ അംബിയാവിന്റെ പാതയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണം റഹ്മാനെ റഹ്മാനെ ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനെ വിശിഷ്യായി മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്നവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം റഹ്മാനെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ റഹ്മാനായ തമ്പുരാനെ താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ അകപ്പെടുത്തല്ല റഹ്മാനെ നാഫിയായ ഇൽമു കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ നാഫിയായ ഇൽമു ഞങ്ങൾക്ക് നീ ഏറ്റി നൽകണം റഹ്മാനെ റഹ്മാനും റഹീമുമായ തമ്പുരാനെ നിന്റെ മഅരിഫത്തിന്റെ ബാബ് തുറന്നു തരണം റഹ്മാനെ എല്ലാവിധ ഇബ്ലീസിന്റെ ശർറിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ കാക്കണം റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ശാന്തിയും സമാധാനവും നൽകണം റഹ്മാനെ സന്തോഷം നൽകണം റഹ്മാനെ ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل على